അമൃതം പൊടി കൊണ്ട് ഒരു കേക്ക് ഉണ്ടാക്കി നോക്കാട്ടോ. അതിനായിട്ട് മുട്ട, ബേക്കിംഗ് പൗഡർ, അമൃതം പൊടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ അളവ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് സെറ്റാക്കുക. ആ ഗ്ലാസ്സിൽ തന്നെ എല്ലാ അളവും നമുക്ക് എടുക്കണം കേട്ടോ. ആദ്യം തന്നെ അതിൻ്റെ പകുതിക്ക്, ഗ്ലാസിൻ്റെ പകുതി പഞ്ചസാര അതിലേക്ക് അത് നമുക്ക് പൊടിച്ചെടുക്കുക. ഈ ഏലക്കായൊക്കെ ഇട്ടിട്ട് പൊടിച്ചെടുക്കുക. വാനില എസൻസ് ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി കേട്ടോ. അതാവും ഒന്നും കൂടി ബെറ്റർ. ഞാനില്ലാത്തതുകൊണ്ടാണ് ഏലക്കായ എടുത്തത്. എന്നിട്ട് അതിന് ശേഷം അതിലേക്ക് തന്നെ ഒരു 1/4 ഗ്ലാസ് നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. പിന്നെ അതിലേക്ക് നമുക്ക് ഒരു ഇളയ ചൂടുള്ള വെള്ളം, അത് ഈ ഓയിലിൻ്റെ അതേ അളവിൽ നമുക്ക് എടുത്തിട്ട് അതും കൂടെ ചേർക്കുക. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ എടുത്ത് വെച്ച 2 കോഴിമുട്ട ഉണ്ടല്ലോ, അതുകൂടെ പൊട്ടിച്ചൊഴിച്ചിട്ട് നമുക്ക് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. അമൃതം പൊടീൻ്റെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയില്ലേ, എല്ലാവരും വീട്ടിലും ഉണ്ടാവുമല്ലോ, കുട്ടികൾക്കും വേണ്ടി കൊണ്ടുവന്ന് വെച്ചതൊക്കെ. വെറുതെ വേസ്റ്റാക്കി കളയുന്നതിനായിട്ട് നല്ല അതൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യല്ലേ. അങ്ങനെ മിക്സിയിൽ അടിച്ചെടുത്ത കൂട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം കേട്ടോ. ആ ഗ്ലാസ്സിൽ തന്നെ 2 ഗ്ലാസ് അമൃതം പൊടി നമുക്ക് ഒന്ന് തരിച്ചെടുക്കണം കേട്ടോ. ഞാൻ പാക്കറ്റ് പൊട്ടിച്ച് വേറെ പാത്രത്തിൽ ഇട്ട ചേണീന് അതിൽ നിന്ന് എടുത്തത്. നല്ലോണം തരിച്ചെടുക്കുക. അതിൽ തന്നെ ഒരു സ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർക്കാം കേട്ടോ. ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് എല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് തരിച്ചെടുക്കുക കേട്ടോ. ഒരു നല്ല തരി ഉണ്ടാകും. നമ്മൾ ഗോതമ്പത്തിൻ്റെ തരികൾ ലാസ്റ്റ് കണ്ടില്ല എത്രത്തോളം തരി കിട്ടിയിട്ടുണ്ട്. നമുക്ക് അതിനനുസരിച്ച് വീണ്ടും നമ്മൾ കുറച്ചുകൂടെ അമൃതം പൊടി തരിച്ചെടുക്കണം കേട്ടോ. ആ 2 ഗ്ലാസ്സിൽ കുറവായിരിക്കും. അപ്പോൾ ഞാൻ ഇതിൽ കൂട്ടിയിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം മാവ് നല്ല സെറ്റാക്കി എടുക്കുക. മാവ് നല്ല ടൈറ്റ് ആവാനും പാടില്ല, നല്ല ലൂസ് ആവാനും പാടില്ല. ഇതേ ഒരു പരുവായിരിക്കണം. നമ്മളിത് കുക്കറിലാണ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുക്കറിൽ അടിയിൽ നല്ലോണം എണ്ണ ഒന്ന് തടവി കൊടുക്കുക കേട്ടോ. ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അതിന് ശേഷം ബട്ടർ പേപ്പർ കൊടുക്കുക. ഞാനിതിൽ കുറച്ച് മൈദ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നല്ല ഹൈ ഫ്ലെയിമിലിട്ട് ദോശക്കല്ലോ ഫ്രൈ പാനോ എന്തെങ്കിലും ഒന്ന് ചൂടാക്കണം. നല്ല ഹൈ ഫ്ലെയിം ആവണം. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ച മാവ് നമുക്ക് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഡെക്കറേഷന് അണ്ടിപ്പരിപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. വിസിൽ മാറ്റി കുക്കർ ആ പാത്രത്തിൽ വെക്കുക. പറ്റ തീ കുറച്ച് വെക്കണം. അങ്ങനെ 25 മിനിറ്റ് നമ്മൾ വെച്ച് കഴിയുമ്പോൾ ഇതുപോലെ നമ്മളെ കേക്ക് റെഡിയായി കിട്ടും. നല്ല സോഫ്റ്റ് ഉണ്ട്. ഇത് ഞാൻ കുക്കറിൽ നിന്ന് എടുത്തപ്പോൾ പൊട്ടിയതാട്ടോ. കുക്കറിന് വായുവട്ടം കുറവാണ്, അതുകൊണ്ട് എടുത്തപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടി. എങ്ങനെയുണ്ട് നമ്മളെ കേക്ക്? സൂപ്പറായിട്ടില്ലേ? എന്താ സ്മൂത്ത് എന്നോ, അടിപൊളിയായിട്ട് കട്ട് ചെയ്തെടുക്കാനൊക്കെ പറ്റുന്നുണ്ട്. ക്രീമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് പുരട്ടി കൊടുത്താൽ മതി. ഇത് അമൃതം പൊടി കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് അറിയാനേ പറ്റണില്ല. വേറൊരു ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടായാലേ നമുക്ക് വീഡിയോ ചെയ്യാനും ആഗ്രഹം ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ കൂട്ടുമെന്ന വിശ്വാസത്തോടെ ബൈ, സീ യു.